കേൾക്കുമ്പോൾ വിചിത്രമായിട്ട് തോന്നാം. പക്ഷെ നിങ്ങൾ ഒരാളെ എത്രത്തോളം സ്നേഹിക്കുന്നുവോ അത്രയും വേഗത്തിൽ അവർ നിങ്ങളെ വിട്ടുപോകും. എങ്ങനെയാണെന്നല്ലേ പറയാം. സ്നേഹത്തെക്കുറിച്ച് നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഒരു ലളിതമായ കാര്യമുണ്ട്. നമുക്കൊരാളെ ഇഷ്ടമാണെങ്കിൽ നമ്മൾ കൂടുതൽ എഫേർട്ട് ഇടണം. ആദ്യം മെസ്സേജ് അയക്കണം. അവർ മെസ്സേജ് അയച്ചാൽ അപ്പം തന്നെ റിപ്ലൈ കൊടുക്കണം. അവർ വിളിക്കുമ്പോൾ ആദ്യത്തെ ബെല്ലിന് തന്നെ ആൻസർ ചെയ്യണം. എപ്പോഴും അവർക്ക് വേണ്ടി അവൈലബിൾ ആയിരിക്കണം. പക്ഷെ നമ്മൾ ആരും മനസ്സിലാക്കാത്തൊരു സത്യമുണ്ട്. നിങ്ങളൊരാളുടെ പുറകെ എത്രത്തോളം നടക്കുന്നുവോ അത്രത്തോളം വേഗത്തിൽ അവർക്ക് നിങ്ങളോടുള്ള താല്പര്യം കുറയും. എന്നാൽ നിങ്ങൾ അവരെ മൈൻഡ് ചെയ്യുന്നത് എന്ന് നിർത്തുന്നുവോ അന്ന് അവർക്ക് വീണ്ടും നിങ്ങളോടൊരു ആകാംക്ഷ അല്ലെങ്കിൽ ഒരു താല്പര്യം തോന്നി തുടങ്ങും. കേൾക്കുമ്പോൾ വിചിത്രമായിട്ട് തോന്നാം അല്ലേ? പക്ഷെ ഇതിന് പിന്നിൽ ശക്തമായ ഒരു സൈക്കോളജിക്കൽ കാരണമുണ്ട്. നമുക്ക് നിർത്താതെ ചിന്ത വരുന്ന ഒരാളെ എങ്ങനെ മൈൻഡിൽ നിന്ന് കളയാമെന്നതിനെ കുറിച്ച് സൈക്കോളജിസ്റ്റ് ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ മെന്റൽ എക്സസൈസ് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞുതരാം. പക്ഷെ അതിനു മുന്നേ നമ്മൾ ഒരാളുടെ പുറകെ നടക്കുന്നത് അവരെ നമ്മളിൽ നിന്ന് എങ്ങനെയാണ് അകറ്റുന്നത് എന്ന് നോക്കാം. നമുക്ക് ആദ്യത്തെ ഒരു സിറ്റുവേഷൻ നോക്കാം. നമ്മുടെ നാട്ടിലൊരു പയ്യൻ, അവന് ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നു. അവർ സാവധാനം ഇഷ്ടത്തിലാവുന്നു. പ്രണയത്തിൻ്റെ ആദ്യ നാളുകളിൽ അവർ ഒരു സ്വപ്നത്തിലെന്ന പോലെയാണ് ജീവിക്കുക. ഒരു റൊമാൻറ്റിക് സിനിമ പോലെ അടിപൊളിയായിരിക്കും ലൈഫ്. രാത്രി മുഴുവൻ ചാറ്റിങ്, മണിക്കൂറുകളോളം ഫോൺ കോള്. അവൾക്ക് വേണ്ടി അവൻ എന്തിനും റെഡിയാണ്. ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള പ്ലാൻസൊക്കെ അവൻ ക്യാൻസൽ ചെയ്യും. നാളെ കാണാൻ പറ്റുമെന്ന് അവൾ ചോദിച്ചാൽ മതി, അവൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം മാറ്റി വെച്ച് അവൻ ഓടിയെത്തും. ആദ്യം അവൾ കരുതും സൂപ്പർ, ഇവൻ എന്നോട് ഇത്രയും കെയർ ഉണ്ടല്ലേ എന്ന്. പക്ഷെ പതുക്കെ പതുക്കെ കാര്യങ്ങൾ മാറി തുടങ്ങും. അവൾക്കൊരു തോന്നൽ വരും, ഇവന് സ്വന്തമായിട്ട് വേറെ പണിയൊന്നുമില്ലേ, ഇവൻ്റെ ലോകം ഫുള്ള് ഞാൻ മാത്രമാണോ, എപ്പോൾ നോക്കിയാലും ഫ്രീ ആണല്ലോ ഇവൻ എന്ന്. അറിയാതെ തന്നെ അവൾക്ക് അവനോടുള്ള ആ ഒരു അട്രാക്ഷൻ കുറഞ്ഞു തുടങ്ങും. അവൻ മോശമായത് കൊണ്ടല്ല കേട്ടോ ഇത് സംഭവിക്കുന്നത്. പകരം അവൻ അവളെ ഇംപ്രസ് ചെയ്യാൻ ഓവറായിട്ട് ശ്രമിച്ചുകൊണ്ടാണ്. അതായത് നിങ്ങളൊരാൾക്ക് വേണ്ടി എപ്പോഴും അവൈലബിൾ ആയാൽ അവർക്ക് നിങ്ങളോടുള്ള ഒരു വാല്യുവേഷൻ പതുക്കെ നഷ്ടപ്പെടും. സൈക്കോളജിയിൽ ഇതിനൊരു പേരുണ്ട്, പാരഡോക്സ് ഓഫ് അറ്റാച്ച്മെൻറ്റ്. കേൾക്കുമ്പോൾ വലിയ സംഭവമാണ് തോന്നുമെങ്കിലും സംഗതി സിമ്പിളാണ്. പറഞ്ഞുതരാം. നമ്മുടെ കയ്യിലിങ്ങനെ മണലെടുത്ത് എത്രത്തോളം അത് നമ്മൾ മുറുകെ പിടിക്കുന്നുവോ അത്രത്തോളം മണൽ നമ്മുടെ കയ്യിൽ നിന്ന് ഊർന്നു പോകും അല്ലേ? അതുപോലെ തന്നെ നമ്മളൊന്നിനെ എത്രത്തോളം മുറുക്കി പിടിക്കാൻ നോക്കുന്നുവോ അത്രയും വേഗത്തിൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോകും. പക്ഷേ ഒരാൾക്ക് സ്വന്തം കാര്യത്തിലൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, മറ്റൊരാളുടെ സ്പേസിനെ ബഹുമാനിക്കാൻ അറിയാമെങ്കിൽ അവിടെ ഒരു മാജിക് സംഭവിക്കും. അവർ മറ്റുള്ളവർക്ക് കൂടുതൽ അട്രാക്റ്റീവായി തോന്നും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കണ്ടാലുടനെ നമുക്കൊരു ഇഷ്ടം തോന്നുന്ന ആൾക്കാരെ ആകർഷിക്കുന്ന ആൾക്കാർക്ക് സാധാരണ 3 പ്രത്യേകതകളുണ്ടാവും. ഒന്നാമത്തേത്, അവർക്ക് അവരുടേതായ ഒരു ലൈഫ് ഉണ്ടാകും. എന്ന് വെച്ചാൽ എപ്പോഴും മറ്റൊരാളുടെ മെസ്സേജിന് വേണ്ടി കാത്തിരിക്കില്ല. രണ്ടാമത്താണ്, അവർക്ക് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ടാകും. സ്വന്തം കരിയറിലോ പാഷനിലോ അവർ ബിസി ആയിരിക്കും എപ്പോഴും. മൂന്നാമത്താണ്, മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ് അവർക്ക് ആവശ്യമില്ല. എന്ന് വെച്ചാൽ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അവർക്ക് ഒരു കുഴപ്പമില്ല. ആ ഒരു വൈബുണ്ടല്ലോ, അത് പ്രത്യേക പവർ തന്നെയാണ്. ആളുകൾ അറിയാതെ തന്നെ അങ്ങനെയുള്ളവരിലേക്ക് വന്ന് വീഴും. ചുരുക്കത്തിൽ പറഞ്ഞാൽ, നിങ്ങൾ ഒരാളുടെ പുറകെ ഓടുന്നത് നിർത്തി സ്വന്തം ജീവിതത്തിൽ ഫോക്കസ് ചെയ്യുമ്പോഴാണ് ശരിക്കും നിങ്ങളത് കൂടുതൽ പവർഫുൾ ആക്കുന്നത്. അല്ലാതെ ഈ പശ ഒട്ടിപ്പിടിച്ച പോലെ ഒരാളുടെ കൂടെ നടക്കുന്നത് കൊണ്ടല്ല. പക്ഷെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഒരാളുടെ പുറകെ ഇത്രയും നടക്കുന്നത്? അതിന് വലിയൊരു കാരണമുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലൊക്കെ ഒരു പേടിയുണ്ട്. ഇഷ്ടപ്പെട്ട ആളെ എങ്ങനെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടി, ഒറ്റയ്ക്കായി പോകുമോ എന്ന പേടി. നമ്മൾ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടില്ലെങ്കിൽ അവർ നമ്മളെ ഇട്ടിട്ട് പോകുമോ എന്നൊരു പേടി എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു പെർഫെക്റ്റ് പാർട്ട്ണർ ആവാൻ വേണ്ടി നോക്കും. എപ്പോഴും അവർക്ക് വേണ്ടി ഫ്രീ ആയിരിക്കും. അവരെന്ത് പറഞ്ഞാലും ശരി വയ്ക്കും. അവരെ എങ്ങനെയെങ്കിലും ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെടും അല്ലേ? പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ അവർക്ക് കൊടുക്കുന്നൊരു മെസ്സേജ് ഉണ്ട്. അതിതാണ്, ഇപ്പം പറയണം, നീ കൂടെ ഇല്ലെങ്കിൽ എനിക്ക് നിലനിൽപ്പില്ല, അല്ലെങ്കിൽ എനിക്ക് സന്തോഷമായിരിക്കാൻ നിൻ്റെ സഹായം വേണം. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരാൾക്ക് നമ്മൾ ഇങ്ങനെ ഒരു പ്രഷർ കൊടുക്കുമ്പോൾ അവർക്ക് നമ്മളോട് ഒരു ശ്വാസം മുട്ടലൊക്കെ തോന്നി തുടങ്ങും. ആ നിമിഷം മുതൽ അവർ പതുക്കെ നമ്മളിൽ നിന്ന് അകന്നു പോകാൻ തുടങ്ങും. നമ്മളിങ്ങനെ ഒരാളുടെ പുറകെ ഇങ്ങനെ സൈക്കിൾ എടുത്ത് കൂടാൻ വേറൊരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട്. നമ്മൾ ചെറുപ്പം മുതലേ കണ്ടും കേട്ടും വളർന്ന കാര്യങ്ങൾ തന്നെ. ഇപ്പോൾ നമ്മുടെ സിനിമയിലായാലും സാഹിത്യ സൃഷ്ടികളിലായാലും പാട്ടുകളിലായാലും ഒരേ കാര്യമാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലേ? നിന്നെ പൂർണ്ണനാക്കാൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആക്കാൻ എവിടെയോ ഒരാളുണ്ട്, നിൻ്റെ സോൾമേറ്റ്, ബെറ്റർ ഹാഫ്, നിൻ്റെ പാതി എന്നൊക്കെ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരാൾ നിൻ്റെ ബാക്കി പാതിയാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവനില്ലെങ്കിൽ നീ ഒരു പകുതി മനുഷ്യൻ മാത്രമാണെന്നല്ലേ? ഈ ഒരു ചിന്താഗതിയാണ് റിലേഷൻഷിപ്പുകൾ വലിയ പ്രഷർ ഉണ്ടാക്കുന്നത്. കാരണം നമ്മളറിയാതെ തന്നെ ഒരാളോട് പറയുകയാണ്, എൻ്റെ ലൈഫിൽ ശൂന്യത നികത്താൻ നിനക്കേ പറ്റൂ എന്ന്. നമ്മുടെ ലൈഫ് നന്നാക്കാൻ വേറൊരാൾ വരണമെന്ന് നമ്മൾ വാശി പിടിക്കുമ്പോഴാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത്. സത്യത്തിൽ ഒരാൾ വന്ന് നിങ്ങളെ കംപ്ലീറ്റ് ചെയ്യും എന്ന് കരുതുന്നത് തന്നെ ഒരു ട്രാപ്പാണ്.
ഒരാൾ വന്നാൽ എൻ്റെ ലൈഫ് സെറ്റാകുമെന്ന് നമ്മൾ വിശ്വസിച്ച് തുടങ്ങിയാൽ പിന്നെ പ്രശ്നമുണ്ട്. നമ്മൾ ആ മനുഷ്യനെ ശരിക്കുള്ള രീതിയിൽ കാണുന്നത് കൊണ്ട് നിർത്തും. പകരം നമ്മുടെ മനസ്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എന്താ പറയുക, ഒരു സിനിമ വേർഷന് അവരെല്ലാം അങ്ങ് അടിച്ചേൽപ്പിക്കും. അതായത് നമ്മുടെ തലക്കകത്തൊരു പെർഫെക്റ്റ് പാർട്ട്ണറെ അങ്ങ് സെറ്റ് ചെയ്ത് വെക്കും. അവരിങ്ങനെ ആയിരിക്കണം, നമ്മളിങ്ങനെ നോക്കണം, നമ്മുടെ ഫ്യൂച്ചർ ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ കാട് കയറി ചിന്തിക്കും. എന്നിട്ട് ആ പാവം മനുഷ്യനെ നമ്മുടെ ഈ സ്വപ്നത്തിലേക്ക് ബലമായി പിടിച്ചു കയറ്റാൻ നമ്മൾ നോക്കും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളെപ്പോലെ തന്നെ അവരും സാധാരണ മനുഷ്യരല്ലേ? അവർക്കും തെറ്റുകൾ പറ്റും. അവർക്കും അവരുടേതായ കാര്യങ്ങളും പേടികളും മൂഡ് ഓഫും ഒക്കെ ഉണ്ടാകും. നമ്മൾ വിചാരിച്ച ആ സിനിമ ലെവൽ പെർഫെക്ഷൻ ആ വ്യക്തിയിൽ കാണാതെ വരുമ്പോൾ ആ റിലേഷൻഷിപ്പ് പതുക്കെ തകരാൻ തുടങ്ങും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെടുന്നത് ആ വ്യക്തിയല്ല, മറിച്ച് നമ്മുടെ തലക്കകത്തുള്ള ആ ഒരു ഫാൻറ്റസി മാത്രമാണ്. അതുകൊണ്ടാണ് റിയാലിറ്റി വരുമ്പോൾ പലർക്കും അത് താങ്ങാൻ പറ്റാത്തത്. ഇവിടെയാണ് ഈ ലെറ്റ് ഗോ അഥവാ വിട്ടുകൊടുക്കുക എന്നതിൻ്റെ പവർ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്നത് നിർത്തുക എന്നല്ല എന്നർത്ഥം. പകരം നമ്മളെ പൂർണ്ണനാക്കാൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആക്കാൻ മറ്റൊരാൾ വേണമെന്ന ആ ഒരു വാശി നിർത്തുക എന്നാണ്. ആ ഒരു മാറ്റം നിങ്ങളുടെ ഉള്ളിൽ വന്നാൽ പിന്നെ നിങ്ങളുടെ വൈബ് തന്നെ മാറും. പിന്നീട് നിങ്ങളൊരാളോട് പറയുന്നത് നീ ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നല്ല, പകരം നീ കൂടെയുള്ളത് എനിക്ക് സന്തോഷമാണ്, പക്ഷേ നീ ഇല്ലെങ്കിലും ഞാൻ ഓക്കെയാണ് എന്നാണ്. ഈ ഒരു എനർജി ഉണ്ടല്ലോ, അതൊരു പ്രത്യേക സമാധാനമാണ്, ഒരുതരം കോൺഫിഡൻസ്, ആരെയും ആകർഷിക്കുന്ന ഒരു പ്രത്യേക തരം ഓതൻറ്റിക് വൈബാണിത്. ആളുകൾക്ക് നിങ്ങളുടെ ഒരു ബഹുമാനവും താല്പര്യമൊക്കെ തോന്നാൻ ഇതിലും വലിയ വഴിയൊന്നുമില്ല. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ ഈ പറയുന്ന ലെറ്റ് ഗോ അല്ലെങ്കിൽ വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്ത പോലെ വെറുതെ അഭിനയിക്കുക എന്നല്ല അർത്ഥം. ഇപ്പോൾ ചിലർ വിചാരിക്കും ഞാൻ കുറച്ച് ജാഡിട്ടാൽ അല്ലെങ്കിൽ മെസ്സേജിന് റിപ്ലൈ കൊടുക്കുക എന്നാൽ ഭയങ്കര ബിസിയാണെന്ന് കാണിച്ചാൽ അവർക്ക് എന്നോട് കൂടുതൽ താല്പര്യം തോന്നുമെന്ന്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു വെറും ഇൻസെക്യൂരിറ്റീസാണ്, മറ്റുള്ളവരെ കളിപ്പിക്കാൻ നോക്കുന്ന വെറും മൈൻഡ് ഗെയിംസ്. ശരിക്കുള്ള കോൺഫിഡൻസ് വരുന്നത് ഇങ്ങനെയുള്ള പാഴ്വരകളിൽ നിന്നല്ല, പകരം ഒരു ഉറച്ച ബോധ്യത്തിൽ നിന്നാണ്. ഈ വ്യക്തി എൻ്റെ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എൻ്റെ ജീവിതത്തിനൊരു വിലയുണ്ട്, എനിക്കൊരു ലക്ഷ്യമുണ്ട്. അതായത് നിങ്ങൾ അഭിനയിക്കല്ല വേണ്ടത്, പകരം റിയലായി തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു വാല്യൂ ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത്. ആ ഒരു മാറ്റമാണ് മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ശരിക്കും അട്രാക്റ്റ് ചെയ്യുന്നത്. അല്ലാതെ കുറച്ച് നേരം ഫോൺ ഓഫ് ചെയ്ത് വെച്ചുകൊണ്ടൊന്നും ആർക്കും നിങ്ങളോട് സ്നേഹം കൂടാൻ പോകുന്നില്ല. വീഡിയോയുടെ തുടക്കത്തിൽ ഞാനൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നില്ലേ, ഒരു മെൻ്റൽ എക്സസൈസിനെ പറ്റി. അത് പറയാൻ, ഒരാളെ മനസ്സിൽ നിന്ന് കളയാൻ പറ്റാതെ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആദ്യം കണ്ണുകളടയ്ക്കുക. ആരെയാണോ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്തത് ആ ആളെ ഒന്ന് മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് അവരോടായിട്ട് ഇങ്ങനെ പറയാം, എൻ്റെ ലൈഫിൻ്റെ ഭാഗമായതിന് നിന്നോട് എനിക്ക് നന്ദിയുണ്ട്. നമ്മളൊന്നിച്ചുണ്ടായിരുന്ന ആ നല്ല നിമിഷങ്ങളെ ഞാൻ ഓർക്കുന്നു. പക്ഷേ ഇനി എനിക്ക് മുന്നോട്ട് പോയേ പറ്റൂ. എനിക്ക് എൻ്റേതായ ഒരു ജീവിതമുണ്ട്, എനിക്ക് വേണ്ടി ഇനി എനിക്ക് ജീവിക്കണം. ഇത് പതുക്കെ മനസ്സിൽ നിന്ന് ആവർത്തിച്ച് പറഞ്ഞു നോക്കൂ. തുടക്കത്തിൽ ചെറിയ സങ്കടമൊക്കെ വരും, സ്വാഭാവികമാണ്. പക്ഷേ ഇത് ഇടയ്ക്കിടെ ചെയ്യുമ്പോൾ ആ വ്യക്തിയോടുള്ള നിങ്ങളുടെ ആ ഒരു വല്ലാത്ത അടുപ്പുണ്ടല്ലോ, ക്ലോസ്നെസ്, പതുക്കെ കുറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും. നിങ്ങളുടെ മനസ്സിലൊന്ന് ഫ്രീ ആക്കി വിടാൻ ഇതിൽ നല്ല വഴി വേറെ ഒന്നുമില്ല. അവസാനമായിട്ട് പറയാനുള്ളത്, ഒരു കാര്യം എപ്പോഴും ഓർക്കുക, നമ്മുടെ ലൈഫിലെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയുള്ളതല്ല റിലേഷൻഷിപ്പുകൾ, പകരം നമ്മുടെ സന്തോഷങ്ങൾ ഒരാളുമായി പങ്കിടാൻ വേണ്ടിയുള്ളതാണ്. നിങ്ങൾ ഒരാളുടെ പുറകെ ഓടുന്നത് എന്ന് നിർത്തുന്നുവോ, എപ്പോഴാണോ സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുന്നത്, അന്ന് നിങ്ങളുടെ ലൈഫിൽ ഒരു മാജിക് സംഭവിക്കും. നിങ്ങൾ കൂടുതൽ ശാന്തനാകും. ആരോടും ഒന്നും തെളിയിക്കാൻ നിൽക്കാത്ത ഒരു റിയൽ മനുഷ്യനായിട്ട് നിങ്ങൾ മാറും. അപ്പോൾ നിങ്ങളറിയാതെ തന്നെ മറ്റുള്ളവർക്ക് നിങ്ങളോടൊരു വല്ലാത്ത ഇഷ്ടം തോന്നി തുടങ്ങും. കാരണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ ആരാണെന്നറിയോ? സ്നേഹത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടുന്നവരല്ല, പകരം ഞാൻ തനിയായാലും ഹാപ്പിയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. ആ ഒരു നിലയിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിലേഷൻഷിപ്പുകൾ മാത്രമല്ല കിട്ടുന്നത്, മറിച്ച് അതിലും മികച്ചൊരു ജീവിതം കൂടിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. വീഡിയോ കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാളുമായി വീഡിയോ ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ചെയ്യുക. പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ആരുടെയെങ്കിലും പുറകെ നടന്ന് അവസാനം നിങ്ങളെ തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ആ അനുഭവം നിങ്ങളെ എന്താണ് പഠിപ്പിച്ചത്? അതൊന്ന് താഴെ കമൻറ്റ് ചെയ്യൂ, കേൾക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.